തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക പുതുക്കലിന് പിന്നിൽ ഒളിപ്പിച്ച ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ടവകാശത്തെക്കുറിച്ചും പൗരത്വം തെളിയിക്കേണ്ടതിനെക്കുറിച്ചും വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. പൗരത്വ നിയമത്തിലെ ഭേദഗതികളാണ് രാജ്യത്തെ ഈ വലിയ വോട്ടർ പരിശോധനയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്ന ഗുരുതരമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പൗരത്വ നിയമവുമായി ബന്ധമില്ലെന്നും അത് നടപ്പാക്കാൻ ഉദ്ദേശമേ ഇല്ലെന്നുമായിരുന്നു കമ്മീഷൻ ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ കമ്മീഷന്റെ ഈ വാദങ്ങളാണ് ഇപ്പോൾ അപ്പാടെ പൊളിയുന്നത്. കാരണം പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കമ്മീഷന്റെയും ആദ്യപടിയായിരുന്നു SIR എന്നാണ് പുറത്തുവരുന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. രാജ്യവ്യാപകമായി ഇലക്ട്രൽ റോളിന്റെ SIR ആരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് ജൂൺ 24-നാണ്. ബീഹാറിൽ നിന്ന് ഈ നടപടി ആരംഭിക്കാനായിരുന്നു കമ്മീഷന്റെ തീരുമാനം. നിലവിലുള്ള എല്ലാ വോട്ടർമാരും പുതിയ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കണമെന്നും ചില വിഭാഗക്കാർ പൗരത്വം തെളിയിക്കുന്നതിന് പ്രത്യേക രേഖകൾ നിർബന്ധമായും നൽകണമെന്നും ആവശ്യപ്പെടുന്ന ഈ പ്രക്രിയ രാജ്യം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കർശനമായ വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ്. എന്നാൽ ഈ ഉത്തരവ് പുറത്തിറക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുഖ്ബീർ സിംഗ് സന്ധു ഉത്തരവിന്റെ കരട് ഫയലിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതാണ്: യഥാർത്ഥ വോട്ടർമാർ, പ്രത്യേകിച്ച് പ്രായമായവർ, രോഗികൾ, ഭിന്നശേഷിക്കാർ, പാവപ്പെട്ടവർ തുടങ്ങിയ ദുർബല വിഭാഗക്കാർ ഈ പരിശോധനയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കപ്പെടരുത്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണം. ഇത്രയും വലിയൊരു പരിശോധന തുടങ്ങുന്നതിന് മുൻപ് കമ്മീഷണർക്ക് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടി വന്നത് സാധാരണക്കാർക്ക് ഈ നീക്കം എത്രത്തോളം കടുപ്പമുള്ളതാകുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ നിർണായക ഉത്തരവ് പുറത്തിറക്കാൻ കമ്മീഷൻ കാണിച്ച അസാധാരണമായ തിടുക്കമാണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. ഉത്തരവിന്റെ കരട് ജൂൺ 24-ന് തന്നെ വാട്സ്ആപ്പ് വഴിയാണ് അംഗീകരിച്ചതെന്നാണ് അറിയുന്നത്. കോടിക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശത്തെ ബാധിക്കുന്ന ഒരു ദേശീയ ഉത്തരവ് മണിക്കൂറുകൾക്കകം വാട്സ്ആപ്പ് വഴി അംഗീകരിച്ച് പുറത്തിറക്കിയതിലെ ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഉത്തരവിന്റെ ആദ്യത്തെ കരട് പതിപ്പിൽ ഈ നടപടിയെ പൗരത്വ നിയമവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും 1955-ലെ പൗരത്വ നിയമം അനുസരിച്ചും പൗരന്മാരായവരെ മാത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ബാധ്യത കമ്മീഷനുണ്ട്. പൗരത്വ നിയമത്തിൽ 2004-ൽ ഒരു പ്രധാന മാറ്റം വരുത്തി അതിനുശേഷം രാജ്യത്തുടനീളം ഇത്രയും തീവ്രമായ ഒരു പരിശോധന നടന്നിട്ടില്ല എന്ന് കരടുത്തരവിന്റെ പ്രധാനപ്പെട്ട ഖണ്ഡികകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പൗരത്വ നിയമവും അതിലെ മാറ്റങ്ങളും ഈ വലിയ വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് പിന്നിലെ കാരണമായി കമ്മീഷൻ തന്നെ അവതരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് അന്തിമമായി പുറത്തു വന്നപ്പോൾ ആ നിർണായകമായ പരാമർശങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു. പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള മുഴുവൻ പരാമർശങ്ങളും അന്തിമ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കി. കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ട് അന്തിമ ഉത്തരവിന്റെ 8-ാം ഖണ്ഡികയിലെ ഒരു പ്രധാന വാചകം പൂർത്തിയാകാതെ മുറിഞ്ഞു പോവുകയാണ്. ആ വാചകം പൂർത്തിയാകാതെ ഒരു പ്രത്യേക ചിഹ്നത്തിൽ നിർത്തിയിരിക്കുകയാണ്. ആ വാചകം മുഴുവിക്കാതെ വിട്ടത് എന്തിനാണെന്നോ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തതിനെക്കുറിച്ചോ ജൂൺ 24-ന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ SIR ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. SIR ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ കോടതിയുടെ മുൻപിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ കരട് പതിപ്പിലെ ഈ വെളിപ്പെടുത്തലുകൾ പൗരത്വം തെളിയിക്കേണ്ടതിന്റെ പരോക്ഷമായ ആവശ്യം വ്യക്തമാക്കുന്നതിലൂടെ SIRന്റെ നിയമസാധുതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ പുറത്തുവന്ന ഈ രേഖകളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ സുപ്രീം കോടതി റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനം ദേശീയ തലത്തിലുള്ള ഒരു ഉത്തരവിൽ നിന്ന് നിർണായക നിയമപരമായ പരാമർശങ്ങൾ തിടുക്കത്തിൽ ഒഴിവാക്കിയതിലൂടെ പൗരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കത്തെ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവോ എന്ന സംശയമാണ് ഉയരുന്നത്. സാധാരണക്കാരായ പൗരന്മാർ, പ്രത്യേകിച്ച് ദുർബല വിഭാഗക്കാർ അവരുടെ പൗരത്വം വീണ്ടും തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യപടിയാണ് ഈ രേഖകളിലൂടെ വെളിച്ചത്തായിരിക്കുന്നത്. ഇതുവരെ ഈ ഗുരുതര വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കമ്മീഷണർമാരോ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് രാജ്യം.